ദൈവത്തിന്റെ ഹൃദയമായ സ്തോത്രയാളാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം കരയുകയും ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ ആരാധിക്കുവാൻ സത്യത്തിലും ആത്മാവിനെ ദൈവത്തെ ആരാധിക്കുവാൻ കൊണ്ടുവരുന്ന ദൈവജനം ഒരുമിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്താൽ നടത്തിയ വിധങ്ങളെ ഓർത്ത് എത്തിയ ദൈവത്തിന്റെ കരുതലായി തുറന്ന വഴികൾക്കായി ഹല്ലേലൂയ കർത്താവിന്റെ മനസ്സിലേക്ക് ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പുതുതായി സ്നേഹിക്കുന്നതോ faithfulness of God is so great in our lives. It is new every morning. Hallelujah. Hallelujah. എല്ലാം അതിന്റെ സമയത്ത് ഭംഗിയായി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ മക്കളായ ഞങ്ങൾ അടുത്ത് വരുന്നു. വിശുദ്ധ ആരാധനയ്ക്കായി ഞങ്ങളെ കൂട്ടിവരുത്തി അവിടുത്തെ വിശ്വസ്തതയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, പോയ വെള്ളിയാഴ്ചയുടെ ദിനങ്ങളിലും ഞങ്ങളെ കാത്തു പരിപാലിച്ച കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി ഞങ്ങളെ ദേശങ്ങളിൽ കൂട്ടിവരുത്തി ആദ്യമുള്ള പരിശുദ്ധാത്മാവിന്റെ വലിയ നടത്തിപ്പ് ഞങ്ങൾ ചോദിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ശുശ്രൂഷകളെല്ലാം നിറയ്ക്കണമേ. അവിടുത്തെ നാമം ശുശ്രൂഷകൾ മഹിമപ്പെടുവാൻ കർത്താവിടെയാക്കണം. പാടുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിക്കുന്ന സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും ദിവസം ഉയരുവാനും ഹല്ലേലൂയ. അതുപോലെ കർത്താവേ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ എന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യ വെളിപ്പെടുവാൻ അത് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവിടെയാക്കണം. ആത്മസാന്നിധ്യത്തോടെ ആത്മനിറവില് ദൈവിക ശക്തിയെ ഞങ്ങൾ ഇരുത്തുമാറാകണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവേ മഹത്വം കടന്നു കേട്ടിരിക്കുക. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് സ്തോത്രം ഈ വിശുദ്ധ ആരാധനയ്ക്കായി കൂടുതൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരും കർത്താവിൽ വചനം അറിയിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പാട്ടുകൾ പ്രാരംഭിച്ച് പാടി ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. സാഹചര്യങ്ങളൊക്കെ കർത്താവിന്റെ കാലത്തിൽ പരിപാലിച്ചു അവർ സ്നേഹത്തെ വർദ്ധിച്ചതാണ്. സ്തോത്രം പാടി പാടി ചേർന്ന് പാടി സ്തോത്രം പാടി അകാലം പാടി കർത്താവിനെ സ്തുതിക്കുന്നു. Thank you.
എന്തെങ്കിലും ആവശ്യത്തോടെ അവലോകത്തോടെ എല്ലാ അത് അവന്റെ വിടുതലും ആശ്വാസമായി തീരുമാനമെന്ന് പ്രാവശ്യം പ്രകടിപ്പിക്കുന്നു. ഞങ്ങൾ മേടിക്കുന്നത് യേശുക്രിസ്തുവിന്റെ തന്നെ. തൊണ്ണൂറ്റിരണ്ടാം സംഗീതം ഭക്തികരമായി പാടി ജീവിതത്തിൽ തൊണ്ണൂറ്റിരണ്ടാം സംഗീതം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായ യഹോവയെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ രാത്രിതോറും എന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായ തന്നെ. പുഴുപോലെ മുളയ്ക്കുന്നതും നീതിയുടെ പ്രവർത്തിക്കുന്നതൊക്കെ കഴിക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതാകുന്നു. ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതിയുടെ പ്രവർത്തിക്കുന്നേ ചിതറിപ്പോകും. എന്റെ ശത്രുക്കളെ കണ്ടു, എന്റെ ചെവിയിലോട് നിൽക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടത് ചെയ്യും. യഹോവയുടെ ആലയത്തിൽ നടത്തലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ചേർന്ന് വായിക്കാം. നമ്മുടെ പാറയായ നമ്മുടെ രക്ഷയാം ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ കൂട്ടുവരുത്തിയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ let us pray that also the time will also be blessing for us. The English team will come forward and lead us in a time of praise and worship through a couple of songs. Let us worship God. Hallelujah. ഗുരുവിന്റെ ദൈവത്തെ ആരാധിക്കാം. സഭയോട് ചേർന്ന് ഹല്ലേലൂയ സ്വന്തം പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. Praise the Lord, church. Let's continue to stay in the attitude of worship. Scripture tells us in Zephaniah 3:17 that the Lord your God is in your midst, the mighty one who will save. Yes. He will rejoice over you with gladness. He will quiet you by his love. He will exalt over you without saying. So we can take assurance in the fact that we are standing before a mighty one who saves, a God who can move mountains and conquer the nations. And he is also a God who sees our exhaustion and promises to quiet us with his love. So whether you came in here feeling strong, whether you came in here feeling like you cannot take another step, remember, know that he's in our midst. He's our strength. He's our salvation and the one we desperately need. So let's lift up our voices together to the one who's already won the victory. Everyone needs compassion, love that's never failing. Let mercy fall on me. Everyone needs forgiveness, kindness of the Savior. The
morning. Oh, we declare your praises. Hallelujah. We glorify your holy name. We declare that we need you, Master. We need your grace, Master. Hallelujah. Thank you, Lord, for helping us to worship you in spirit and truth, Master. Hallelujah. As we are going to spend some more time in your presence, speak to our hearts, O God. Thank you, Lord, for hearing our prayers. In Jesus' mighty name we ask. Amen. Please be seated. Let us listen to that song. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. സ്തോത്രം. നാം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ 92-ാം സങ്കീർത്തനം ശബത്ത് നാളിലെ ഒരു ഗീതമായി നാം അതിനെ കാണും. A song for the Sabbath. Praise God. It is always good to give thanks to God. The psalmist is finding reason, all the possible reasons to worship God, to glorify God's holy name. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം എല്ലായ്പ്പോഴും കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, at no time of our life we will find a reason to worship God. All the time we have reasons to worship God, to praise God. ഏത് സമയത്തും ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കാരണം. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഏറ്റവും ആത്യന്തികമായ കാരണം കർത്താവ് നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. ആ വീണ്ടെടുപ്പിന്റെ വില ഓർത്താൽ സ്തോത്രം, അത് മാത്രം മതി ആയുസ് മുഴുവൻ ദൈവത്തെ ആരാധിക്കാൻ. There is a joy in worshiping God. Hallelujah. ദൈവത്തെ ആരാധിക്കുന്നതിൽ നമുക്കൊരു സന്തോഷമുണ്ട്. It is not just a duty, but it is a delight to worship God. Praise God. When we lift up our voice and we align our hearts with our Creator, we fall down and worship God, and this brings profound sense of peace and joy in our lives. Praise God. Hallelujah. How many of you feel the joy and the presence of God when we open our mouths and give praise to God? Hallelujah. എത്ര ദിവസം ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ആ സന്തോഷം അവിടെ ലക്ഷണികമായി പല വിടുതലുകളും നാം പിന്നീടാണ് പ്രാപിക്കുന്നതെങ്കിലും ദൈവത്തെ സ്തുതിച്ച് തുടങ്ങുമ്പോഴേ ആ വിടുതൽ നാം അനുഭവിച്ചറിയുക. Hallelujah. So making our worship a daily habit and transforms, and that will transform the outlooks to our life, outlooks in our own life. Praise God. Whenever we worship God, when we put God first, our outlook towards life will change. And also there's a power being thankful in the presence of God. There's a power of gratitude. ദിവസം നന്ദിയുള്ളവരായിരുന്നാൽ നമുക്ക് വളരെയധികം ശക്തിയാണ്, ബലമാണ്. Instead of complaining, let us start giving thanks to God. Hallelujah. I know there are a lot of things to complain. There are a lot of things, there are a lot of limitations, there are a lot of concerns we have. That will be always there. എപ്പോഴും നമുക്ക് പരാതി പറയാനാണെങ്കിൽ നൂറുകൂട്ടം കാര്യങ്ങളുണ്ടല്ലേ സ്തോത്രം. But instead of complaining, നാം പരാതി പറയുന്നത് നിർത്തിയിട്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുവാൻ. Praise the Lord. Hallelujah. Replace our complaint with gratitude. Praise God. എന്നാൽ ആ ഒരു നന്ദി പറച്ചിലിന് നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. Praise the Lord. Hallelujah. വലിയൊരു ശക്തിയാണ് നന്ദിയുള്ള ഹൃദയം എന്ന് പറയുന്നത്. Praise the Lord. Hallelujah. പലപ്പോഴും ഭാരതത്തോടെ പിറുപിറുപ്പോടെ ഇസ്രായേൽ മക്കൾക്ക് ദ്രവത്വം ഉണ്ടായതിന്റെ പ്രധാന കാരണം, ഒരു അസ്ഥികൾക്ക് ദ്രവത്വം ഉണ്ടായെന്ന് പറയുന്നത്. അതിന്റെ കാരണം അറിയാമോ? അവരെപ്പോഴും മർമറിങ് and അവർ ദുശാഠ്യമുള്ള ജനമാണ് അവരെ പറയുന്നത്. സ്റ്റിഫ് നെക്ഡ് പീപ്പിൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അല്പം ഒരു വഴക്കമില്ലാത്തവർ. സ്തോത്രം. ദൈവത്തിന്റെ പാത എന്തെന്ന് അന്വേഷിക്കാൻ തക്കവണ്ണം അവരുടെ ഡയറക്ഷൻ തിരിക്കാതെ, അവരുടെ ദിശ മാറി ചിന്തിക്കാതെ വളരെയധികം തങ്ങൾ ഉദ്ദേശിച്ചതാണ് ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന അനുഭവം അതൊരിക്കലും അനുഗ്രഹത്തിന്റെ പാതയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചു. കർത്താവേ, ഹല്ലേലൂയ, ദൈവം തന്നത് നന്ദി, വിടുതലിന് നന്ദി, വിടുവിച്ചത് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. അതാണ് സത്യകാരൻ പറയുന്നത്. നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ദൈവത്തെ സ്തുതിക്കുക. Also, let us enjoy the beauty of His creation. That is also in this psalm. ഈ കർത്താവ് സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ ഓർത്താൽ, പ്രകൃതിയിലേക്ക് നോക്കിയാൽ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ നോക്കിയാൽ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ദൈവപ്രവൃത്തിയെ നോക്കിയാൽ, praise the Lord, അത് ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ കടന്നു വന്ന ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, we are here to worship God. Hallelujah. So when we are in the presence of God, we should worship. Hallelujah. Whatever things may happen, praise God. Whatever things maybe we are going through, it doesn't matter. Praise the Lord. ദുഷ്ടന ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. നീതിമാനെ ദൈവം
ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ 19 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നീതിമാൻ പന പോലെ തളിരും, ലേബാനോനിലെ ദേവദാരു പോലെ വളരും. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ആലയത്തിൽ കരുതലാകുന്ന ദൈവത്തിന്റെ പ്രാകാരങ്ങൾ കഴിക്കും. അവരെക്കുറിച്ച് പറയാൻ പ്രാർത്ഥിക്കുന്നതിലും അവർ ഫലം കാഴ്ചവെക്കും. പ്രൈസ് ദി ലോർഡ്. അവർ പുഷ്ടി വെച്ചും പച്ചപിടിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികളില്ല എന്ന് കാണിക്കേണ്ടത് തന്നെ. So the reason why God is doing all this പ്രായമല്ല വിഷയം. ഹല്ലേലൂയ. പ്രായമാകുന്നതോ ചെറുപ്പവുമല്ല വിഷയം. യഹോവ നീതിമാനാണ്. അവന്റെ നീതി ജനത്തിലേക്ക് ഒഴുക്കി. പ്രൈസ് ദി ലോർഡ്. He will make them flourish. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അവിടെ എഴുതിയിരിക്കുന്ന യഥാർത്ഥ അർത്ഥം. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിക്കുന്നവർ, ആ നീതിയിൽ ഹല്ലേലൂയ അവരുടെ ജീവിതത്തെ ഉറപ്പിച്ചുകൊണ്ട് നീങ്ങുന്നവർ, യഹോവ നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്നവർ, അവരുടെ ജീവിതം സംഭവിക്കാൻ പോകുന്നത് അവർ ചെറുപ്പമായാലും പ്രായമായാലും വിഷയമല്ല. ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. യഹോവ നീതിമാനാണെങ്കിൽ, അവൻ നേരുള്ളവനെങ്കിൽ, വാക്കു പറഞ്ഞാൽ മാറാത്ത കർത്താവെങ്കിൽ, ഹല്ലേലൂയ, പലപ്പോഴും we hit the wrong bottom of our life and we think that oh it is over and I am not able to, I won't be able to survive. But one thing is very sure, യഹോവയുടെ പാറ എന്ന് പറഞ്ഞാൽ നാം ചെന്ന് പതിക്കുന്നത്, ഹല്ലേലൂയ, നമ്മെ തകർത്ത് കളയുന്ന ലോകത്തിന്റെ പ്രതികൂലങ്ങളിലല്ല, നമ്മെ കരങ്ങളിൽ വഹിക്കുന്ന നീതിയായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ദാവീദ് പറഞ്ഞു, ഞാൻ വീഴുന്നെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ വീഴട്ടെ. ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കരുത്, ദുഷ്ടരെ ഏൽപ്പിക്കരുത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ നൽകിയാൽ, ദൈവനീതിയിൽ ആശ്രയം വെച്ചാൽ, if you trust the righteousness of my Lord, he is a true God. Hallelujah. He is upright and he will stand for his people. Hallelujah. ദൈവജനത്തിന് വേണ്ടി നിലകൊള്ളും. നാം ഹല്ലേലൂയ ശബ്ദനാളിനെ കുറിച്ചുള്ള ഒരു ഗീതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ഒരു ദിവസം ദൈവത്തിന് വേണ്ടി വേർതിരിച്ചായിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഞായറാഴ്ച ശബ്ദമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ കർത്താവിന്റെ ദിവസമായി മാറ്റി വെക്കാൻ ജോലി ബുദ്ധിമുട്ടുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നാം മാറ്റി വെക്കാൻ നമുക്കിടയാണ്. കർത്താവിന്റെ സൃഷ്ടിയിൽ ദൈവം ചെയ്തതാ എന്താണ്? 6 ദിവസം താൻ സൃഷ്ടിയിൽ നിർമ്മിതനായി, 7-ാം ദിവസം താൻ വിശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞ ആ ശബ്ദ നാളെ അവൻ ശുദ്ധീകരിച്ചു എന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, വിശ്രമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. കർത്താവ് ജനത്തിന് വേണ്ടി സൃഷ്ടിപ്പിന് ഒരുക്കിയിരിക്കുന്ന എല്ലാത്തിനുമുണ്ട് വിശ്രമം. ഹല്ലേലൂയ. എല്ലാത്തിനും വിശ്രമ കാലയളവുണ്ട്. ഹല്ലേലൂയ. ഈ ലോകം ഇപ്പോൾ നമ്മെ പഠിപ്പിക്കുന്നത് സ്തോത്രം എന്താണ്? 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം. എത്രമാത്രം പ്രൊഡക്റ്റീവ് ആകും, അത്രമാത്രം പ്രൊഡക്റ്റീവ് ആകുന്ന ഒരു അവസ്ഥ. ദൈവം പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ നീതിയിൽപ്പെട്ട കാര്യമാണ്. It is part of God's righteousness. Hallelujah. God is not a God who will exhaust things. Hallelujah. Manipulate things. Hallelujah. Praise the Lord. ചൂഷണം ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് പറയുകയാണ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരും ഇവിടെ വന്ന് വിശ്രമിക്കരുത്. സ്തോത്രം. ഞായറാഴ്ച വിശ്രമിക്കാൻ പറ്റിയ ദിവസം ഇവിടെ വിശ്രമിക്കാന്ന് വിചാരിച്ച് നല്ല അവസരം അല്ല ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. ആ വിശ്രമത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് ഒരു ഹോളിഡേ കിട്ടി പാസ്റ്റർ ചർച്ചിലാകുമ്പോൾ ഒരു കുഴപ്പമില്ല, ആരും ശല്യം ചെയ്യാനില്ല, വിശ്രമിക്കുക എന്നുള്ളതല്ല. Praise the Lord. We have to give rest to ourselves from other activities in our life. 6 ദിവസവും നമ്മൾ യന്ത്രം പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഒരുപക്ഷെ 6 ദിവസം ഇല്ലെങ്കിലും ചില ദിവസങ്ങളൊക്കെ വളരെ ബിസിയായി വർക്ക് ചെയ്യുന്നാൽ 7-ാം ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിന് വേണ്ടി വേർതിരിപ്പാൻ, ദൈവം നടത്തിയ വിധികളെ ധ്യാനിപ്പാൻ, ഹല്ലേലൂയ, കർത്താവിന് നന്ദി പറയുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, കർത്താവ് നടത്തിയ വിധികളെ ഓർക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തി നമ്മിൽ സംഭവിക്കുന്നത് തിരിച്ചറിയുവാൻ, ഹല്ലേലൂയ. അങ്ങനെ ആളുകൾ പറയുക, അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവം പറയുന്നത് നീതിമാൻ പല പോലെ തഴക്കും. അവരുടെ തഴപ്പിനെ ഇല്ലാതാക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. യഹോവയുടെ ആലയത്തിൽ നടുത്തലയായവർ, ഹല്ലേലൂയ, those people who are planted in the house of the Lord. Praise the Lord. Hallelujah. What does that mean? Planted in the house of the Lord. എന്ന് പറഞ്ഞാൽ അവര് സ്തോത്രം ഹല്ലേലൂയ ഫലം കായ്ക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിലെ നന്മയാണ്. സ്തോത്രം. The source of the blessing is the joy in the presence of God. Hallelujah. Planted in the house of God. എന്റെ വസ്തുവിൽ, എന്റെ പറമ്പിൽ നട്ടുവെച്ച എന്റെ ഫലമാനം അനുഭവിക്കുന്നത് ഞാൻ അല്ലേ? സ്തോത്രം. എന്ന് പറയുന്നത് പോലെ യഹോവയുടെ ആലയത്തിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. The root is in the temple of God. Praise the Lord. Hallelujah.
നമ്മള് വേറെ എവിടെയെങ്കിലും നട്ടിട്ട് വല്ലപ്പോഴും വരുന്നവരല്ല. സ്തോത്രം. We are rooted in the house of God. The source of blessings come from the house of God. Hallelujah. I belong to the presence of God. മോശം പറഞ്ഞ കഥാവിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞയക്കുന്നത്. ദീർഘദൂരം സഞ്ചരിപ്പാറുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അനേക വർഷം ഒരുപക്ഷെ സഞ്ചരിപ്പാണ്. മരുഭൂമിയിലെ പ്രയാണമാണ്. We have to go through the desert, but we shall always experience your presence. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു ഏത് ജീവിത സാഹചര്യങ്ങളിൽ കടന്നു പോയാലും കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. ഓരോ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപായി പോകണം. ചെങ്കടലാകട്ടെ, ഹല്ലേലൂയ, നാട്യമെല്ലാമായിട്ട് വെല്ലുവിളിയാകട്ടെ, ഹല്ലേലൂയ, നീക്കൽ പാറയുടെ അനുഭവങ്ങളാകട്ടെ, കൈകുഞ്ഞിന്റെ അനുഭവങ്ങളാകട്ടെ, യോർദാന്റെ പ്രതികൂലങ്ങളാകട്ടെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപായി പോയാൽ ഞങ്ങൾ ഹല്ലേലൂയ we will flourish like hallelujah country ലെബനോനിലെ ദേവദാരുക്കൾ പോലെ ആയിത്തീരുവാൻ ദൈവസന്നിധിയിൽ hallelujah. No matter what is the season, no matter what is coming across in our life, hallelujah, we have one confidence in the presence of God. That is hallelujah, if we have a heart of gratitude, if you are rooted in the presence of God, that's what we need. നമുക്ക് ആവശ്യമായിരിക്കുന്നത് അവിടുത്തെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയാണ് നമ്മുടെ വേര്. ഹല്ലേലൂയ. അവിടുത്തെ കടാക്ഷം എവിടെയുണ്ടോ അവിടുത്തെ കൃപ എവിടെയുണ്ടോ മറ്റൊന്നിനും വേര് വയ്ക്കാൻ നമ്മുടെ ആളുകൾ നമുക്ക് മറ്റു പലതിനും വേര് വയ്ക്കാം. ഈ ലോകത്ത് സാധ്യതയുണ്ട്. ദൈവ സാന്നിധ്യം എന്റെ വേര് വയ്ക്കുന്നത് ഞാൻ എന്നെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ആ ദൈവ സാന്നിധ്യത്തില. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നീതിമാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രകാരം അവൻ ആചരിക്കുന്നത് കണ്ടിരിക്കുന്നു, തക്കകാലത്തും ഫലം കായ്ക്കുന്നു, ഇലവാടാത്തതുമായ വൃക്ഷം എന്ന് പറഞ്ഞാൽ the source, he is always nearby the source of that blessing. Hallelujah. Praise God. Hallelujah. In season and out of season, and if you want to produce fruit, our source shall be the presence of God. ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ എന്നെ കാണാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ എവിടെയുണ്ടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എവിടെ നടത്തുന്നോ അവിടെ ഞാൻ ഉണ്ടായിരിക്കും എന്നൊരു ഉറപ്പോടെ. അങ്ങനെ ഉടനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വാർദ്ധക്യം അവരെ മടുപ്പിച്ച് കളയുന്നില്ല. Hallelujah. വാർദ്ധക്യം that is one factor of life. There are a lot of other factors that can affect our life. അതൊന്നും അവരെ അഫക്ട് ചെയ്യുന്നില്ല. കാരണം the source of the blessing. ദാനിയേലും എന്റെ കൂടെയുള്ള സഹോദരന്മാരും അവർ പറഞ്ഞു ഞങ്ങളെ പരീക്ഷയ്ക്ക് രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞങ്ങളെ തന്നെ മലിനമാക്കുകയാണ്. So test us and see how we do 2 weeks. Hallelujah. എന്താ സംഭവിച്ചത്? ശാഖപദാർത്ഥങ്ങൾ മാത്രം കഴിച്ചിരുന്ന അവർ മറ്റുള്ളവരെക്കാൾ പുഷ്ടിയോടെ കഴിച്ചതൊക്കെ ശരീരത്തിൽ പിടിച്ചു. മറ്റുള്ളവരെ ഇതിൽ കൂടുതൽ കഴിഞ്ഞിട്ടും ഗുണമുണ്ടായിരുന്നു. ഈ അധ്വാനത്തിന്റെ കൂടുതലൊന്നുമല്ല. എത്ര പണം നാം സമ്പാദിക്കുന്നത് നമ്മളെക്കാൾ പണം സമ്പാദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ സഹോദരന്റെ ഭവനത്തിന്റെ സമർപ്പണ പ്രാർത്ഥന ഞാൻ പറഞ്ഞു, നമുക്ക് നല്ല വില കൂടിയ കട്ടിൽ വാങ്ങിക്കാൻ കഴിയും. പക്ഷേ ഉറക്കം തരണമെങ്കിൽ ദൈവം കാര്യമാണ്. ചന്ദനമുട്ടിയുടെ കട്ടിലാണെങ്കിലും സ്തോത്രം, തേക്കിന്റെ കട്ടിലാണെങ്കിലും ഈടിന്റെ കട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാ വിരിച്ചാലും സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ന്യൂസ് പേപ്പർ വിരിച്ചാലും ഉറക്കം വന്നില്ല എന്താക്കണം? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കനിയണം. ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. പലർക്കും ഉറക്കാൻ കഴിയാത്തത് ആ ഹല്ലേലൂയ ഭയമാണ്, ഭീതിയാണ്. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല. ശാരീരിക ക്ലേശങ്ങള, ഭാരങ്ങള, വെല്ലുവിളികള, പക്ഷെ നമുക്ക് രോഗം വരാം, ബുദ്ധിമുട്ട് വരാം, ഉറക്കാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുവിടാം. എന്നാൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നമുക്ക് വിശ്രമം നൽകുന്നത് വിശ്രമം ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. Oh, let us thank God for the rest that He is giving us. ഹല്ലേലൂയ. അവന്റെ മാറോട് ചാരുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, പ്രതികൂലങ്ങളെയൊക്കെ വളരെ ലാഘവത്തോടെ കാണുവാൻ. ഹല്ലേലൂയ. ഒരുപാട് പരിമിതികൾ ഉള്ളപ്പോഴും ആ പരിമിതികൾ അകത്തു നിന്നുകൊണ്ട് ദൈവത്തിനെ അതിന്റെ പൂർണ്ണതയിൽ ആരാധിപ്പാൻ ഇസ്രായേൽ ദൈവം പറഞ്ഞു, നിന്റെ ഇസ്രായേലിനെ കേൾക്കുക, നിന്റെ ദൈവം ഏകം തന്നെ. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവസ്വരമായിരിക്കുമ്പോൾ പൂർണ്ണതയിൽ കുറഞ്ഞൊന്ന് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്താ പറയുക? കഴിയും. The fullness of the heart. ഹല്ലേലൂയ. ശരീരത്തോടെ മനസ്സ് മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. പകുതി മനസ്സോടെ പകുതി മനസ്സ് മറ്റൊന്നുമല്ല. ദൈവം ഏകാഗ്ര ഹൃദയത്തോടെ, ശാരീരിക ബോധത്തോടെ, with the fullness of my heart, with the fullness of my strength, with the fullness of my mind, let me worship you, God. Hallelujah. I shall feel your presence, God.
തനിക്ക് ഭവിക്കുന്നതൊക്കെ സ്തോത്രം ആ ദർശനത്തിന് ഘടകവിരുദ്ധമായതായിരുന്നു. Nothing is going according to what he has experienced from God or what he has received from God. Great vision, great promises, great dreams, but nothing is happening accordingly. But what is happening? He is waiting for the Lord. Hallelujah. Many places is മുപ്പത്തൊമ്പതാം അധ്യായത്തിൽ 39 എഴുതിയിട്ടുണ്ട്. സ്തോത്രം, യഹോവ അവനോടുകൂടി. ഹല്ലേലൂയ. ഏത് അവസ്ഥയിൽ ഒരു അടിമയായി വിൽക്കപ്പെട്ടപ്പോൾ ഒത്തിരിപ്പേരുടെ ഭവനത്തിലെ കൂട്ടറയും ഒക്കെ ആയിരിക്കുമ്പോൾ അവരെ ഓരോ അനുഭവങ്ങളും വിളിച്ചിട്ട് പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തു, യഹോവയായ ദൈവം യോസേഫിനോട് കൂടെ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആരും കൂടെ ഇല്ലെന്നുള്ളതല്ല, എന്ത് സംഭവിക്കുന്നു ഇല്ലെന്നുള്ളതല്ല, ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ? That makes the difference. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് രോഗമുണ്ടോ ദുഃഖമുണ്ടെന്നല്ല, പരിമിതിയുണ്ടോ സമൃദ്ധിയാണെന്നുള്ളതല്ല, ഹല്ലേലൂയ, സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ലോകത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നതല്ല, നിന്റെ അവസ്ഥയോ സാഹചര്യം എന്തായിരിക്കുന്നതല്ല. Oh, let us make sure the presence of God is with me. ദൈവത്തിന്റെ സാന്നിധ്യം എനിക്കുണ്ടെങ്കിൽ അത് മതി. അവന്റെ ബലമുള്ള കൈയിൽ താഴെ നിന്നാൽ ഒരു ദിവസം എന്നെ അവൻ ഉയർത്തും. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Something he was in the hands of God. Come and he was in the hand of God. Hallelujah. At the right time he will lift you up. ഒരു നിമിഷം നമ്മുടെ കടന്ന ദിവസം കിടക്കാം. ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യത്തെ കുറിച്ചറിയുവാൻ യേശുവിനെ മാർഗോട് ചാരിയുന്ന യോഹന്നാനെ പോലെ ആ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. അവൻ എന്റെ പാറ. ഹല്ലേലൂയ. അവനിൽ നീതികേടില്ല കാണിക്കുന്നതാണ്. Oh, my Lord is upright. He is righteous. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Praise God. Praise God. Praise God. പകൽക്കാലം ദൈവത്തെ സ്തുതിയ പിതാവേ, ഇന്ന് പകൽക്കാലത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഞങ്ങൾ പല സാഹചര്യങ്ങളോട് കടന്നു പോകുന്നവരാണ്. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിരുന്ന നീതികളില്ലാത്തവനായ, വാക്കുകളെ ഞാൻ മാറാത്തവനായ നല്ല ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് പകൽക്കാലം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിമിഷമേ ഹൃദയമോട് ഇടപെടണമേ. മാനവമഹത്വമൊക്കെ കൽപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തെ സ്തുതിക്കാം. Hallelujah. So the kids please come forward. Praise God. Hallelujah. Don't store up your treasures here on earth, for moths eat them, rust destroys them, and thieves break and steal. Instead, store your treasures in heaven, where moths cannot eat, and rust cannot destroy, and thieves cannot break in and steal. Wherever your treasures are, there your heart's desire will be. Matthew 6, verses 19 to 21. Amen. Praise the Lord Jesus. For I know the plans I have for you, says the Lord. They are plans for good and not for disasters, to give you a future and a hope. Amen. Hallelujah. Do not repay anyone evil for evil. Be careful to do what is right in the eyes of everyone. If it is possible, as far as it depends on you, live at peace with everyone. Do not take revenge, my friends. On the contrary, if your enemy is hungry, feed him. If he is thirsty, give him something to drink. Do not be overcome by evil, but overcome evil with good. Romans 12, verses 17 through 21. Matthew 3:17. This is my son, whom I love, with him and well pleased. Praise God. Hallelujah. Psalms 119, 1 and 2. Blessed are those whose way is blameless, who walk in the law of the Lord. Blessed are those who keep his testimonies, who seek him with their whole heart. Praise God. Psalm 86, verse 5 to 7. For you, Lord, are good and ready to forgive, and abundant mercy to all those who call upon you. Give ear, O Lord, to my prayer, and attend to the voice of my supplications. In the day of trouble, I will call upon you, for you will answer to me. Praise God. Matthew 5:16. Amen. Stop.
shine before others so that they may see your good works and give glory to your Father in heaven. John 15 verse 5. I'm the vine, you are the branches. He who abides in me and I in him bears much fruit. Without me, you can do nothing. Amen. Whoever dwells in the shelter of the Most High will rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save me from the foulest snare, from the deadly pestilence. He will cover you with His feathers, and from under His wings you will find refuge. His faithfulness will be your shield and rampart. Do not fear the terror of night, nor the arrow that flies by day, nor a pestilence that stalks in the darkness, nor a plague that destroys at midday. Psalm 91, 1 to 6. My enemies would harm me all day, for there are many who fight against me, O Most High. I will not be afraid, I put my trust in you. In God I'll praise His word, in God I'll put my trust. I will not fear what can flutter to me. Psalms 56 verse 2 to 4. Amen. Romans 8, verses 38 and 39. For I am convinced that neither death nor life, neither angels nor demons, neither the present nor the future, nor any powers, neither height nor depth, nor anything else in all creation will be able to separate us from the love of God that is in Christ Jesus. Psalm 130 verses 5 to 7. I wait on the Lord, my soul waits, and in His word I do hope. My soul waits for the Lord. My soul waits for the Lord more than those who watch the morning. Yes, more than those who watch the morning. O Israel, hope in the Lord, for with Him there is mercy and abundant redemption. Therefore I tell you, do not be anxious about your life, what you will eat, what you will drink, or your body, what you will put on. Is not life more than food, and body more than clothing? Look at the birds of the air. They neither sow nor reap nor gather into barns, yet your heavenly Father feeds them. Are you not of more value than they? And which one of you, by being anxious, can add a single hour to the span of life? And why are you anxious about clothing? Consider the lilies, how they grow. They neither toil nor spin. Yet I tell you, not even Solomon in all his glory was arrayed like one of these. And if God so clothes the grass of the field, which today is alive and tomorrow is thrown into the oven, how much more will He not clothe you, O you of little faith? Therefore I say, do not be anxious, saying, what shall we eat, what shall we drink, or what shall we wear? For the Gentiles seek after these things. Therefore seek first the kingdom of God and all His righteousness, and all these things shall be added to you. Do not be anxious for tomorrow is anxious for itself. Sufficient is the day for its own trouble. Matthew 6, verses 25 to 34. There was a certain woman named Lydia who had heard us preaching. She was a seller of purple cloth, and she was from Tyre, who worshipped the Lord. The Lord had opened her heart to hear the gospel that Paul had preached. And after that, her and her entire family were baptized, and she begged us, saying, if you have judged me to be faithful to God, then come to my house and stay. So she persuaded us. Acts 16, verses 14 to 15. Oh
അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. And Stephen, full of faith and power, did great wonders and signs among the people. Praise the Lord. Hallelujah. കൃപയും ശക്തിയും നിറഞ്ഞ ഒരു ജീവിതം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. I would like to think about the topic, a life full of grace and power. Praise the Lord. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അതിനെക്കുറിച്ച് അധികമായി സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. We all already know about the story that is happening in Acts chapter 6. അപ്പോസ്തലന്മാർ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായ യേശു ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ സ്തോത്രം, അവർ ദൈവസന്നിധിയിൽ അവരുടെ തീരുമാനമാണ് സ്തോത്രം, ഞങ്ങൾ സുവിശേഷം അറിയിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയത്ത് ചെലവഴിക്കണം, മറ്റ് ദൈവസഭയുടെ മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി ആത്മനിറവുള്ള 7 പേരെ അവർ തിരഞ്ഞെടുക്കുവാനായിരുന്നു. We see over here that the 12 disciples decided that they need to spend more time in teaching the word of God and not be involved with other works. So that's why they had to choose 7 men among them for that other works. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ ദൈവസഭയ്ക്ക് വളർച്ച ഉണ്ടായപ്പോൾ അവിടെ സംഭവിച്ചത് അവർക്ക് അധികം ആളുകളെ ശുശ്രൂഷയ്ക്കായി വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കേണ്ടതായി വന്നു. അതിന് അവർ തിരഞ്ഞെടുത്തത് ആത്മനിറവുള്ള സ്തോത്രം ഹല്ലേലൂയ 7 പേരെ. Because the church was growing under the power of the Holy Spirit, the disciples decided that they had to use 7 men of good repute to do the other works. അവർക്ക് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ യോഗ്യതകൾ മുമ്പിൽ വന്നപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു സംശയം ഉണ്ടായില്ല. ശിഷ്യന്മാർ പറഞ്ഞത് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായ 7 പേര് എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു ഡിഗ്രി പറഞ്ഞില്ല, അവരുടെ പ്രായം പറഞ്ഞില്ല, യോഗ്യതയൊന്നും മറ്റൊന്നും കണക്കിട്ടില്ല. പറഞ്ഞത് സ്തോത്രം വിശ്വാസവും പരിശുദ്ധാത്മാവും ഉള്ളതല്ല, നിറഞ്ഞ എന്നവിടെ എഴുതിയിരിക്കുന്നു. When it came to the qualification of the 7 men who had to be selected, the disciples had no doubt on what qualification needed to be for them. They were looking for men who were full of faith and full of the Holy Spirit. ഈ തിരഞ്ഞെടുക്കപ്പെട്ട 7 ദൈവദാസന്മാരിൽ സ്തേഫാനോസിനെ കുറിച്ചാണ് 4-ാം അധ്യായവും 7-ാം അധ്യായവും കൂടുതലായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. When they chose the 7 men, what we see is the story about Stephen in chapter 6 and chapter 7. Praise the Lord. സ്തേഫാനോസിനെ കുറിച്ച് അങ്ങനെ പറയുവാൻ കാരണം നമുക്കെല്ലാം അറിയാം. സ്തേഫാനോസ് ദൈവസഭയുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയുടെ ഫസ്റ്റ് മാർട്ടർ എന്ന പേരിൽ നമുക്ക് സ്തേഫാനോസിനെ മനസ്സിലാക്കാൻ കഴിയും. We all know about the story of Stephen and what we read in the Bible and with Christian teaching. He was the first martyr among Christianity. സ്തേഫാനോസ് ജീവിച്ചത് ഒരു ചുരുങ്ങിയ ജീവകാലം ചെറുപ്രായത്തിൽ അവിടെ തന്നെ താന് കൊല്ലപ്പെട്ടു സുവിശേഷത്തിനായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതിന്റെ ജീവിതത്തെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഹല്ലേലൂയ ഒരു ഫുൾ ലൈഫ്, ഷോർട്ട് ലൈഫ്, ഫുൾ ലൈഫ്. നമുക്കറിയാം കുറഞ്ഞ കാലയളവിൽ ജീവിച്ചു, പക്ഷെ ആത്മനിറവുള്ള ജീവിതമാണ് ജീവിച്ച കാലയളവ് ജീവിച്ചത്. Over here we see that Stephen was a young man who was murdered who was killed for the gospel, but even though he lived a very short life, he lived a full life in the spirit. എത്ര കാലം, എത്ര വർഷം, എത്ര ആയുസ് ജീവിച്ചു എന്നുള്ള ദൈവം നോക്കുന്നത് നൽകിയ ആയുസ് ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആത്മനിറവോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. God does not look to how many years we lived over here, but He looks at how many years that we have lived with a spirit-filled life. ചെറുപ്പക്കാരിയായിരിക്കും പ്രായമുള്ളവരൊക്കെ കർത്താവിനോട് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കട്ടെ, ഞാൻ ഞങ്ങൾക്ക് സമയം ഇനിയുണ്ടല്ലോ, നിറയാനും നിറവ് പ്രാപിക്കാനും ഒക്കെ ഉണ്ടല്ലോ ചിന്തിച്ചാൽ നാളെ നമുക്കുള്ളതല്ല. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടേ ജീവിക്കുന്ന നാളോളം ഹല്ലേലൂയ എന്നെ വീണ്ടെടുത്ത കർത്താവിനെ സേവിച്ച് കൃപയോടെ ആത്മനിറവോടെ എത്രത്തോളം നിറവ് പ്രാപിക്കാമോ അത്രത്തോളം നിറവ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ജീവിക്കാൻ നിറവിന്റെ അനുഭവം പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Many young people might have looked at the older people and they would say, let them pray and let them live a holy life. But tomorrow does not belong to us. So what I want our church to do is to live a spirit-filled life during the young ages. Praise the Lord. കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? Kids, are you listening? Praise the Lord. Do anything else when the time of preaching happens? Okay, വചനം സംസാരിക്കുമ്പോൾ നിങ്ങൾ മറ്റു ജോലിയിലൊന്നും ഇടപെടരുത്. സ്തോത്രം. You have to hear the word of God.
It is being translated so that he can listen and understand the word of God. ദൈവദിന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ അവരത് മനസ്സിലാക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. So kids, please listen. Even though it doesn't matter, സ്തോത്രം, ഇത് ഒരിക്കലും ഹല്ലേലൂയ ആയുസിന്റെ വലിപ്പത്തിലല്ല, സ്തോത്രം, എന്നാൽ നാം ജീവിക്കുന്ന സമയങ്ങളുടെ ക്വാളിറ്റി, സ്തോത്രം, അതിലാണ് എപ്പോഴും സ്തോത്രം ദൈവം പ്രസാദിക്കുന്നത്. What God takes pleasure in is not the number of years that we are living in, but how many years we spend living in a spirit-filled life. Praise the Lord. എത്രത്തോളം സമയം ദൈവത്തോട് ചേർന്നിരിക്കാൻ സഹായിക്കും, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള സമയം. What's very important is how long we spend being closer to God. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് സ്തോത്രം, ഹാനോക്ക് സ്തോത്രം ഹല്ലേലൂയ 300 വർഷം ജീവിച്ചു. അതിനുശേഷം ബാക്കിയുള്ള സമയം എങ്ങനെ ജീവിച്ചത്? അവൻ ദൈവത്തോടുകൂടെ നടന്നു. സ്തോത്രം, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവം, സ്തോത്രം, അതാണ് ഏറ്റവും മഹത്തരമായ സമയം. We know the story about Enoch, how he walked closely to God for 300 years, and that is what God takes pleasure in. 365 years ജീവിച്ചുള്ളൂ. പക്ഷേ 360 ദിവസത്തിൽ എത്ര വർഷത്തിൽ 360 വർഷത്തിൽ 300 വർഷം ആരോട് നടന്നത്? സ്തോത്രം, ദൈവത്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. We know that Enoch lived only for 365 years. In that 365 years, he walked closely with God for 300 years. Praise the Lord. Hallelujah. ഇവിടെ ഫുൾ, നിറവ് എന്ന വാക്കിനെ കുറിച്ച് പറയുന്നത് പ്രകാരമാണ്. ഫുൾ മീൻസ് എന്താണ്? സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ജീവിതം, അല്ലാതെ പരിശുദ്ധാത്മാവിന്റെ ഇൻഫ്ലുവൻസ് അല്ല. It is fully controlled. Over here, when we see the word full, what it means is it was being controlled or it was being dominated by the Holy Spirit, and it was not being influenced by the Holy Spirit, but being controlled by the Holy Spirit. ഞാനൊക്കെ പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ട്. സ്തോത്രം, പാട്ടിന് 4ാമത്തെ സ്റ്റാൻസ വരുമ്പോൾ അന്യഭാഷ പറയും, സ്തോത്രം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയം ലഭിക്കുമ്പോൾ അതിനെ കുറച്ച് സമയം, അതല്ല പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ ജീവിതം. ഹല്ലേലൂയ. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരുന്ന അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ഒക്കെ പറയുന്നത്. Over here, being controlled does not mean like when we are singing in the 4th stanza being filled with the Spirit, or while we are praying being filled with the Spirit, like is mentioned in Galatians and Corinthians. We have to be controlled and dominated by the Holy Spirit. Praise the Lord. Hallelujah. സ്തെഫാനോസിനെ നിയോഗിച്ചത് മേശമേൽ ശുശ്രൂഷിപ്പാൻ. What Stephen was chosen was for serving the table. Praise the Lord. പക്ഷേ അദ്ദേഹം തനിക്ക് നൽകിയ ആ ഒരു ജോലിയിൽ മാത്രമല്ല, ആത്മനിറവ് അവനെ അധികമായി ചെയ്യുവാനിടയാക്കി. Praise the Lord. But he just didn't do that work ordinarily, but he did all the work with spirit-filled in him. നമ്മൾ കർത്താവ് നമ്മോട് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലും അധികത്തിലുള്ളവൻ, അല്ലേ? What Jesus said that those who believe in me will do more works than I have done. Praise the Lord. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മധ്യേ കാര്യസ്ഥരായ കർത്താവ് അയച്ചത് നമുക്ക് സഹായകരായി, നമുക്ക് കഴിയാത്തത്, നമുക്ക് കഴിയത്തില്ല എന്ന് തോന്നുന്ന വിഷയങ്ങൾ അത് സാധ്യമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. എത്ര പ്രധാനമായിരിക്കുന്നു. ഹല്ലേലൂയ. Because for the reason we think that there's something that we're not able to do or able to accomplish, we can do it through the Holy Spirit. Praise the Lord. നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ, സ്തോത്രം, അതിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ചെയ്യുവാൻ കഴിയും. ആത്മനിറവുള്ള ഒരു വ്യക്തി സ്തെഫാനോസിനെ പോലെ തന്റെ സ്വഭാവത്തിലും ഹല്ലേലൂയ, ആത്മനിറവിലും ഹല്ലേലൂയ, അവൻ അത്ഭുതകരമായ ദൈവപ്രവൃത്തി ചുരുങ്ങിയ കാലയളവിൽ ചെയ്ത ദൈവപ്രവൃത്തി വളരെയധികം ഹല്ലേലൂയ ഇൻഫ്ലുവൻഷ്യൽ ആയ പ്രവൃത്തിയായിരുന്നു. The work that Stephen done during this last time that he was on this earth, because he was fully spirit-filled, he was able to do that work much better. Praise the Lord. Hallelujah. നമ്മുടെ വായിക്കുന്നുണ്ട്, സ്തോത്രം, അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ സ്തോത്രം 5-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആത്മാവും സ്തോത്രം വിശ്വാസവും നിറഞ്ഞ പുരുഷന്മാർ. In Acts chapter 6 verses 5, we read over here, the men were full of faith and of the Holy Spirit. Praise the Lord. എങ്ങനെയാണ് അപ്പോസ്തലന്മാർക്ക് അവരെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്? വിശ്വാസം നിറഞ്ഞവരായ, ആത്മനിറവുള്ളവരായെന്നത് എങ്ങനെയാണെന്ന് റീഡിംഗ് വെച്ചിട്ടുണ്ടോ? ആത്മാവിന്റെ നിറവുണ്ടെന്നുള്ളത്. സ്തോത്രം, എങ്ങനെയാണ് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? How did the 12 apostles were able to identify these men who were full of faith and full of Holy Spirit? Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, അകത്ത് നിറവുണ്ടായാൽ അത് പുറമെ പ്രകടമായിരിക്കും.
if there is a fulfilling inside you, it will be shown outside in your work. വിശ്വാസത്തിന്റെ ആത്മാവിന്റെ കൃപയുടെ നിറവ് ഒരിക്കലും ആർക്ക് തടുത്തു വെക്കുവാൻ കഴിയുന്നതല്ല. അത് പ്രകടമായി ദൈവപ്രവൃത്തിയായി നിൽക്കുന്നവരുടെയായിരുന്നു. Nobody can suppress or hide the fulfilling of the faith and Holy Spirit. It will automatically be shown outward. Praise the Lord. 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, അവൻ സംസാരിക്കുമ്പോൾ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ തന്നെയാണ്. സ്വന്തം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം കാണുന്നത് സ്വന്തം. When we read towards the end of the chapter 6 verses 15, it shows that Stephen had a radiant face which was reflecting God's glory. Praise the Lord. എവിടെയോ ആത്മനിറവോടെ ദൈവമക്കൾ ഇങ്ങനെ സ്തോത്രം ആരാധിക്കപ്പെടല്ല. ഈ ഒരു പാസ്റ്റർ നല്ല പാസ്റ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പാസ്റ്ററെ കേൾക്കപ്പെടല്ല റേഡിയന്റ് ഫേസ് ആയത്. അവിടെ എവിടാ സ്തോത്രം? നിങ്ങൾ വായിക്കും എവിടാന്ന്? നമുക്കാണെങ്കിൽ ആരെങ്കിലും നമുക്ക് കൈ തന്നത് ആ കൈയുടെ ശരിക്കാൻ ഒരു ബലം കുറഞ്ഞു പോയാൽ നമ്മുടെ മുഖത്തോർത്താണ് തീർന്നു, ഒരാഴ്ച പോയി. സ്തോത്രം. Over here we see that Stephen's face was not radiant while he was preaching. Even when we give like a shake hand with somebody, and if it was less firm over there, we know how weak is not the leader. അല്ലേ? ആരും നമുക്ക് ചിരിച്ചില്ല. നമ്മൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവര് വേറൊരു ലോകത്തായിരിക്കും. സ്തോത്രം. അല്ലേ? സ്വന്തം സഹോദരങ്ങളൊക്കെ നോക്കി ചിലപ്പോൾ അവര് വേറെ കാര്യം ആലോചിച്ചിരിക്കുകയായിരിക്കും. ഞാൻ ചിരിച്ചു, ഇങ്ങോട്ട് ചിരിച്ചില്ല. അത്രേ ഉള്ളൂ, ഒരാഴ്ച പോയി. Sometimes even when we look at somebody and they don't smile back at us, but we smile at them, sometimes we get rude because of that, and we think that they are thinking about something else in their mind. രാവിലത്തെ ഉദാഹരണം പറയാം. ബെന്നിങ്ങോട് എല്ലാവരും കൈ കൊടുക്കും, സ്റ്റാലിൻ കൈ കൊടുക്കും. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞാൽ പ്രതിരിച്ചതിന്റെ സ്റ്റാലിനെ കുറച്ച് നാളെ ശേഷം കാണുന്നത്. Like an example today morning, when Benny came and gave a shake hand to everybody, after few minutes he realized that Stanley was back over today. Yeah. എന്റെ അനുഭവം നമുക്കറിയാം, അവസ്ഥ നമുക്കറിയാം. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ അനുഭവങ്ങളിൽ നമുക്ക് അറിയാവുന്നവരുടെ അങ്ങനെ പല അനുഭവങ്ങളിൽ പോകായിരിക്കും. പക്ഷേ ഇവിടെ സ്തേഫാനോസ് ഹല്ലേലൂയ എവിടെ വെച്ച് അവന്റെ മുഖം പ്രകാശമായത്? ന്യായാധിപ സംഘത്തിൽ തന്നെ കുറ്റം വിധിക്കുന്ന സ്വന്തം ഗുണമൊന്നും പറയുന്നില്ല, അവനെ എറിയാനും കൊല്ലാനും തീർക്കാനും ഇരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മുമ്പിൽ അവൻ സംസാരിച്ചപ്പോൾ അവന്റെ മുഖത്തെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ ദൈവസഭ വിറ്റ്നസ് ചെയ്തല്ല, ന്യായാധിപ സംഘത്തിൽ എല്ലാവരും വിറ്റ്നസ് ചെയ്തു. അവന്റെ മുഖം ദൈവദൂതനെ പോലെ തിളങ്ങി. കാരണം നിറമകത്തുള്ളവന് പുറത്തെന്ന് നടക്കുന്നു എന്നുള്ളവനെ ബാധിക്കുന്നില്ല. ഹല്ലേലൂയ. Stephen's face was radiant. When did that happen? It was not while he was preaching, but when he was standing in front of the Hallelujah. when they were ready to praise the Lord. That is when his face was shown like an angel, and whatever he had in him was shown outside. Praise the Lord. Hallelujah. നിറവാകത്തുള്ളവന്, കൃപയുടെ നിറവുള്ളവന്, ആത്മാവിന്റെ നടത്തിപ്പിലുള്ളവർക്ക് പുറമെ പലതും സംഭവിക്കാം. അത് നമ്മളെ ഭയമുള്ളതാക്കാം, ഭാരപ്പെടുത്താൻ, ദുഃഖമുള്ളതാക്കാം. എന്നാൽ നിന്റെ മുഖത്തെ തേജസ്സിനെ ബാധിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എടുത്തു കളയുവാൻ ആ പ്രതികൂലങ്ങൾക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. Come in our life, nothing can hinder the glory that's shown in your face. നമ്മുടെ മുഖത്തെ തേജസ് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. Full of faith will be shown in our face. Hallelujah. അത്ഭുതം പെരുമാറ്. നിന്നെ കുറ്റം വിധിക്കുവാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിലും ഹല്ലേലൂയ നിന്റെ ജീവിത മേഖലകളില്, ജോലി സ്ഥലങ്ങളില്, നീ ഇടപെടുന്ന സകല മേഖലകളിലും തേജസ് നിന്റെ മുഖത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമായി മാറണം. ഹല്ലേലൂയ. Whenever we're facing difficulties in our problems in our work in our life, that grace is shown in your face. Praise the Lord. Hallelujah. ആത്മനിറവുള്ളവന്റെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം. There is a change in someone's character or behavior when he is full of that. Hallelujah. പ്രതികരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ആത്മനിറവുള്ളവർ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നത്. People who are filled with the Spirit are able to face the problems headward. Hallelujah. അതുപോലെ തന്നെ രണ്ടാമതായി ആത്മനിറവുള്ളവരുടെ ജീവിതം ശുശ്രൂഷ കാണുമ്പോൾ അറിയാം അത് വ്യത്യസ്തമുള്ളതാണ്. Hallelujah. Secondly, we see that a person who is Spirit-filled, we are able to see in the work that he does. Praise the Lord. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്തെഫാനോസിന് സ്വന്തം മേശമേൽ ശുശ്രൂഷിപ്പാനുള്ള ഒരു ഹല്ലേലൂയ അതോറിറ്റിയാണ് അപ്പോസ്തലന്മാർ നൽകിയത്. മേശമേൽ ശുശ്രൂഷിക്കുക. The authority that the apostles gave to Stephen was to serve the tables.
എന്നാൽ അവരുടെ ചെയ്തത് സ്തോത്രം, സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തെന്ന 6-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. In chapter 6 verse 8, we see that Stephen, who was full of grace and power, he started doing a lot of great wonders and miracles among the people. മേശ തുറക്കുന്നത് അത്ഭുതം കാണിക്കാനാണ്, സ്തോത്രം. പക്ഷേ അവരാ മേശ തുടങ്ങുകയും ദൈവജനത്തിന് ഭക്ഷണം വിളമ്പുകയും അവിടെ കാര്യങ്ങൾ നേരെയായി പോകുന്നത് ശ്രദ്ധിക്കുകയും അത് മാത്രമല്ല കൃപയും ശക്തിയും നിറഞ്ഞവനായി അവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തു. He has done more than what he was asked for. Hallelujah. Over here we see that Stephen was serving the tables and making sure that everybody was good, getting their food. But not only that did he do that, what Stephen did was full of grace and power. He was doing a lot of wonders and miracles, more than the work that he was given. അവന്റെ പരിജ്ഞാനം, അവന് ലഭിച്ച ജ്ഞാനം, ആത്മാവിനാൽ ലഭിച്ച ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കുവാൻ ആർക്കും കഴിയില്ല. അത്രമാത്രം ദൈവ സാന്നിധ്യം ആ പ്രിയ സഹോദരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. We see over here the amount of knowledge that Stephen had. Nobody was able to counter against it, and that is how much spirit-filled he was. Praise the Lord. അത് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാണ് തന്റെ ശുശ്രൂഷക്കാരിൽ ശിഷ്യന്മാരോട്, നിങ്ങളെ പള്ളികളിലും ഒക്കെ വലിച്ചഴിക്കും, നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ തുറമ്പിൽ അടയ്ക്കപ്പെടും, എന്നാൽ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണമെന്നുള്ളത് നിങ്ങൾ പോയി പഠിച്ച് വരണ്ട, തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ വെച്ചിട്ടുണ്ട്. Jesus told his disciples that when you will be taken into in front of the synagogues, in front of leaders, you'll be put in prison. But when you are in front of leaders and in front of the synagogue, you will at that time you will know exactly what to say by the influence of the Holy Spirit. Praise the Lord. Hallelujah. പിതാക്കന്മാരൊക്കെ പൂർവ്വപിതാക്കന്മാർ ഒരുപാട് കുടുക്കി ചോദ്യങ്ങൾ, നാം അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളെക്കാൾ സാഹചര്യങ്ങളെക്കാൾ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവിച്ചറിയില്ല. നമ്മുടെ അത്രയൊന്നും വിദ്യാഭ്യാസം അവർക്കില്ലെങ്കിലും അവർ ശക്തമായി ദൈവത്തിന്റെ വചനത്തെ അവർ ഡിഫെൻഡ് ചെയ്ത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി സംസാരിക്കാനിടയായി അവരെ കുറിച്ചും പറയുന്നത് അവരുടെ ആത്മാവോടും അവരുടെ പരിജ്ഞാനത്തോടും എതിർത്ത് നിൽക്കുവാൻ ഈ ലോകത്തിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. We know that our forefathers, they went through a lot of difficulties. They were mocked by a lot of people. They don't have the type of education that we have right now, but they had a spirit-filled life where they were able to answer all the questions and also to talk to people. Praise the Lord. Hallelujah. കുഞ്ഞുമോളെ ഞാൻ പറയട്ടെ, ആത്മനിറവുള്ളവരായ നിങ്ങൾ തീർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. Let me just make it that if you have a spirit-filled life, you will have a change in your life. Praise the Lord. Hallelujah. ആത്മനിറവോടെ നടത്തപ്പെട്ടാൽ തെറ്റായ ദിശയിലേക്ക് നിങ്ങൾ പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. If you are walking in a very spirit-filled life, if there is a situation where it will cause you to go the wrong way, the Holy Spirit will not allow that to happen. Praise the Lord. Hallelujah. അവിടെ പറയുന്നു ആത്മനിറവ് മാത്രമല്ല, അവിടെ പറയുന്നു ശക്തി നിറഞ്ഞവനായി, കൃപയും ശക്തിയും നിറഞ്ഞവനാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. Over here, not just he was filled with the Holy Spirit, but he was full of grace and power. Praise the Lord. ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയമുള്ളവരെ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുന്നവർ. What is power? We know he said that once you receive the power, you shall be my witnesses in Jerusalem, Samaria, Judea, and all the corners of the earth. The same thing happened. കാര്യം അതേപോലെ സ്തെഫാനോസിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായി. ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? അവൻ പുറത്തേക്ക് ഇറങ്ങി ദൈവത്തിന്റെ വചനം ധൈര്യമായി പ്രവർത്തിക്കുന്നു. ശക്തിയുടെ പർപ്പസ് ഇതാണ്, സുവിശേഷം അറിയിക്കുവാനാ ദൈവം നമുക്ക് ആത്മശക്തിയെ നൽകി തരുന്നത്. And over here we see that Stephen was full of power, that he was able to go and preach the word of God. ശക്തി നിറഞ്ഞവനായ ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് എതിർപ്പുകൾ, പ്രതികൂലങ്ങൾ തനിക്കെതിരെ വന്ന് നമുക്ക് കാണാൻ കഴിയും. We see over here when he was full of the power, when he was going out preaching the gospel, there was a lot of opposition towards him. ദൈവരാജ്യം അവിടെ വ്യാപകമായി അനേക ഇടങ്ങളിലേക്ക് ദൈവസഭ വളർന്നു. പക്ഷേ എതിർപ്പും അതുപോലെ ഉയർന്നു. ഹല്ലേലൂയ. Over here we see that God's word was being spread to many cities, and at the same time there was many opposition against it. Praise the Lord. ഇപ്പോൾ ശക്തി ഇല്ലെന്നുള്ള കുഴപ്പം വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ആവേശം കാണും, പിന്നെ ഈ ആവേശം പയ്യെ കെട്ടടങ്ങും. ശക്തി ലഭിച്ചവന്, ആത്മനിറവുള്ളവനെ പ്രതികൂലം ഇങ്ങോട്ട് വരുമ്പോൾ ഹല്ലേലൂയ അവരുടെ ശക്തി വർദ്ധിക്കത്തേ ഉള്ളൂ. താഴെ So here sometimes we see initially when we get the power,
we'll have a great enthusiasm to do our work, but that slowly goes down. But one thing is, when we continue to live in that power, no matter what opposition comes against us, we'll be able to face it. We know about the story of Jeremiah. He had a very opposition-filled ministry. പക്ഷേ എന്താ സംഭവിച്ചത്? ദൈവസേന ചെന്ന കർത്താവേ, ഈ കാര്യത്തിനാണ് എന്നെ വിളിച്ച് ഞാൻ പുരോഹിതനായി മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിച്ചേനെ. പക്ഷേ എന്നെ വിളിച്ച് വേർതിരിച്ച് പ്രവാചകനാക്കി ദൈവത്തിന്റെ നാവാക്കി എന്നെ നിർത്തി. ഇപ്പോഴേക്കും വയ്യ, തീരെ വയ്യ എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവം പ്രവാചകനായ യിരെമ്യാവോട് പറഞ്ഞൊരു വാക്യമുണ്ട്. സ്തോത്രം. When Jeremiah complained to God that what I could have just been a priest and done my work normally, but you called out for me to be a prophet. And when he was complaining about this is what God told him. കാലാലങ്ങളോട് ഓടി നീ പരാജയപ്പെട്ട തളർന്നു പോയാൽ കുതിരകളോട് നീ എങ്ങനെ മത്സരിക്കും? ഹല്ലേലൂയ. If you go this way and you're very tired, how can you compete against the horses? Praise the Lord. ഹല്ലേലൂയ. കാലാലങ്ങളോട് ഓടി അവൻ തളർന്നു പോയാൽ കുതിരകളോട് കൂടി. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ, പ്രതികൂലങ്ങൾക്ക് മീതെ പ്രതികൂലം വന്നാലും നിന്റെ ഉള്ളിൽ പകരപ്പെട്ട ആത്മശക്തി നിന്നെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്നതാകണം, താഴോട്ട് വലിക്കുന്നതാകരുത്. ഹല്ലേലൂയ. What God is mentioning over here is when we have problems over problems, we should not bring us down. When we have the spirit-filled life, we should use that to face all the opposition that's coming against us. ദൈവനാമത്തിലൂടെ നിലകൊണ്ടാൽ ദൈവരാജ്യത്തിന്റെ ഉന്നമനത്തിനായി നിങ്ങളെ ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ഏത് രീതിയിൽ നിലകൊണ്ടാലും പ്രതികൂലങ്ങൾ വരാം. അത് സ്വാഭാവികമാണ്. ഹല്ലേലൂയ. We should understand one thing, that is normal, that when God calls us to spread His gospel, there will be opposition. ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുന്നത് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട്, ചില്ലുകൂട്ടിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ വില ചെയ്യാൻ കഴിയുന്നില്ല. ദൈവനാമത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ദൈവജനമേ, ഞാൻ പറയട്ടെ, പ്രതികൂലങ്ങൾ നമുക്കുണ്ട്. പുറത്തെ പ്രതികൂലങ്ങളെ കവയുന്ന ഒരു ആത്മശക്തി നിന്റെ ഉള്ളിൽ നൽകിയിട്ടാണ് ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. God calls us to go into His ministry. There are going to be a lot of opposition, but we are able to face this opposition and overcome it with the spirit-filled life in us. Hallelujah. The consequences of a spiritual life. ആത്മനിറവുള്ള പരിണിത ഫലം എപ്പോഴും ഹല്ലേലൂയ സ്റ്റേജിൽ നിന്നുകൊണ്ട് മിറാക്കുലസ് ആയിട്ടുള്ള ക്രൂസേഡ് നടത്തുക എന്നുള്ളതല്ല. പലപ്പോഴും സ്തേഫാനോസിനെ പോലെ കല്ലേറ് കൊള്ളേണ്ടതായി വരും. പക്ഷേ ആത്മസാന്നിധ്യം നിന്നെ വിട്ടു പോകുവാൻ നീ അനുവദിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യത്തിൽ നാം മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. The consequence of being of a spirit-filled life is that it's not just being comfortable in the stage of preaching. Just like Stephen went through all the opposition, that's the same thing that we would be able to go through, but we are able to face it with having the spirit-filled life in us. അഭിഷേകം പ്രാപിച്ച് അഭിഷേക തൈലങ്ങളുടെ ജീവിതം നോക്കി യോസേഫ് സ്വപ്നം കണ്ടു. ദൈവീക അഭിഷേകം തന്നെ വേണമെന്ന് മനസ്സിലായി. ദൈവ പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയെന്ന് മനസ്സിലായി. സ്വപ്നം കണ്ട് ദർശനം കണ്ട് അന്ന് മുതൽ യോസേഫിന്റെ ജീവിതത്തിൽ പ്രതികൂലം വന്നു. We see in the story of Joseph, he had a spirit-filled life, but even though he had that spirit-filled life, we know that he went through a lot of opposition with Pharaoh. Praise the Lord. Hallelujah. ദാവീദിന്റെ ആയോധനയ്ക്ക് അഭിഷേക തൈലം എന്നവന്റെ തലയിൽ വീണു. അന്ന് മുതൽ അവന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. Just look at the life of David. Ever since the day he was anointed by the oil by Samuel, from that day he had a lot of difficulties. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രതികൂലങ്ങൾക്കൊന്നും അവരുടെ അഭിഷേകത്തിന്റെ ശക്തിയെ ചോർത്തിക്കളയുവാൻ കഴിയില്ല. നാളുകൾ വർദ്ധിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവിക അഭിഷേകം അവരിൽ വ്യാപരിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. We see in all their lives, and no matter how much opposition came against them, they did not quench their spirit-filled life. They were able to grow their spirit-filled life and face those opposition. ആഹ്വാനം ചെയ്യട്ടെ. ഹല്ലേലൂയ. നമ്മിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി, ഹല്ലേലൂയ, അത് വ്യാപാരം ആരംഭിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ തകർക്കുവാൻ തകർന്നുപോകാൻ അനുവദിക്കത്തില്ല. തകർച്ചയിൽ നമുക്ക് ബലം നൽകുന്ന സകലനാളും നമ്മെ സാധനിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. The acts of Apostles, the spirit-filled life should be overflowing in us, and because it is overflowing in us, we will be able to fight this opposition. Praise the Lord. സേവാനത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ആത്മനിറവ്, ഹല്ലേലൂയ, നമ്മിൽ നൽകുന്ന ധൈര്യത്തെ, നമ്മിൽ നൽകുന്ന ഹല്ലേലൂയ സ്തോത്രം, ആ ബലത്തെ, ശക്തിയെ സ്തേഫാനോസിന്റെ ജീവിതം കൊണ്ട് നമ്മൾ മുമ്പിൽ കാണിക്കുക. ഹല്ലേലൂയ. Over here that we see that in the life of Stephen, there was a power of boldness
in Stephen's life, and that's the same power that is supposed to be shown in our lives too. Praise the Lord. ഏഴാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ആളുകൾ തന്നെ കല്ലെറിയാൻ തുടങ്ങിയപ്പോഴും അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വം ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. In Acts chapter 7 we see where the stones were being thrown at him. At the same time, Stephen, full of the Holy Spirit, gazed into heaven and saw the glory of God and Jesus standing at the right hand of God. Praise the Lord. Hallelujah. നമ്മളൊക്കെ ആളുകൾ നമ്മെ ഹല്ലേലൂയ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമുക്കെതിരെ ശകാര വർഷങ്ങൾ ചൊരിയുമ്പോൾ നിന്ദയും പരിഹാസവും വഴിയും ദോഷിയും പലവിധ ശാരീരിക ക്ലേശങ്ങൾ പ്രതികൂലങ്ങൾ പലവിധമായ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ നാം ഈ ദർശനം കാണുമ്പോൾ നമുക്ക് കഴിയുന്നുണ്ടോ സ്വർഗ്ഗത്തിലേക്ക് ഉറ്റുനോക്കുവാൻ ആത്മനിറവോടെ ദൈവം മഹത്വം ദർശിപ്പാൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വെറുതെ വിടുതൽ പ്രാപിച്ചാൽ പോരാ, പ്രാർത്ഥനയിൽ ദൈവം മഹത്വം വെളിപ്പെടണം. ഹല്ലേലൂയ. There's a lot of difficulties coming in our life, a lot of sicknesses, a lot of issues coming in our life. Are we able, just like Stephen, be able to look into the heavens full of the Holy Spirit and gaze into the glory of God? ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടിയും വിടുതലും സൗഖ്യവും ഒക്കെ ലഭിച്ചവര് പിന്നീട് ദിവസത്തിൽ കാണപ്പെട്ടിട്ടില്ല. ദൈവ മഹത്വം കണ്ടവൻ ദൈവസന്നിധി വിട്ടു പോയിട്ടില്ല. ഹല്ലേലൂയ. The deliverance of the difficulties and sickness, sometimes they move away from the glory of God. But over here, when during those troubles, he was still able to see the glory of God. ഹല്ലേലൂയ. ആത്മനിറവുള്ളവൻ കണ്ട ദർശനം കണ്ടോ? അവൻ സ്വർഗ്ഗം കണ്ടു. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ മഹത്വം കണ്ടു. അത് മാത്രമല്ല, പിതാവാം ദൈവത്തിന്റെ മഹത്വമായ പുത്രനായ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് സ്തേഫാനോസിനെ സ്വീകരിപ്പാൻ ഇരുകരങ്ങളും നീട്ടി നിൽക്കുന്ന മഹനീയമായ ദർശനമാണ് കല്ലേറിന്റെ നടുവിലും സ്തേഫാനോസ് ദർശിച്ചത്. ഹല്ലേലൂയ. Here we see a man who was about to be killed, and the stones were being thrown at him. At the very same time, he was able to gaze into the heaven and see the glory of God and Jesus standing on the right hand of God. Praise the Lord. Hallelujah. അവരുടെ പഴുതത്തോട് ആഗ്രഹിക്കുക. സ്തേഫാനോസ് അവിടെ ഇല്ലാതായപ്പോൾ അവിടെ ഒരു ശൗലിനെ ദൈവം പൗലോസാക്കി രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. We see that when Stephen was killed at that time, that resulted in a person named Saul to become Paul. Praise the Lord. സ്തേഫാനോസിന്റെ ശുശ്രൂഷ അവിടെ കഴിഞ്ഞു. സ്തേഫാനോസിനേക്കാൾ ഹല്ലേലൂയ എത്രയോ മടങ്ങ് ആത്മനിർഭരത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഒരുവനെ ദൈവം അവനെ ഇല്ലാതായിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാനിടയായി. He was witnessing that. എത്ര പ്രിയമുള്ളവരെ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്ന് ദൈവസഭയുടെ വളർച്ചയുണ്ടാവുകയായി. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ആത്മനിർഭര ഒരുവൻ ഒരു ദേശത്ത് എഴുന്നേറ്റാൽ അവിടെ ദൈവപ്രവൃത്തി സാധ്യമാണ്. സ്തേഫാനോസിന്റെ ജീവനോട് കാണിച്ചത്. ഹല്ലേലൂയ. He was able to raise up a person who was more powerful, who did a lot of ministry, and that was Paul. And how many of us are able to believe that through the martyrs, the people who were laying their life for the gospel, the church can grow from that? ആത്മനിറവുള്ള ജീവിതത്തിന്റെ പ്രത്യേകത അറിയാം. നാം ഇവിടെ ഇല്ലാതായവരാ, നാം മണ്ണോട് മണ്ണ് ചേർന്നവരാ. ആത്മനിറവോടെ നീ ഒരുവിട്ടൊരു പ്രാർത്ഥന പോലും ദൈവത്തിൽ വൃഥാവായി പോകത്തില്ല. നിന്റെ അവകാശത്തിലേക്ക് അതിന്റെ അഭിഷേകം ദൈവം പകർന്നുകൊണ്ടേയിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. But it will continue to grow even in the past, which God will not neglect. പ്രിയമാതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അല്ല, 401k അല്ല, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് അല്ല. ഇന്ന് മുതൽ കാര്യത്തിനോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ് തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ആത്മനിർഭരത്തോടെ ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ശക്തിയുണ്ട്. നീ ഇല്ലാതാകുന്ന, നീ മണ്ണോട് മണ്ണ് ചേരുന്ന അതേ മണ്ഡലത്തിൽ ആത്മശക്തിയോടെ എഴുന്നേൽക്കുവാൻ ചിലവരെ ദൈവം ആത്മനിറവോടെ അത് അങ്ങ് അടുത്ത തലമുറയിലേക്ക് ആത്മശക്തി പകരപ്പെടുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ. എത്ര വിശ്വസിക്കുന്നു? ദൈവത്തെ സ്തുതിച്ചാട്ടെ. And they will be able to take this gospel to this nation. നമ്മുടെ മാതാപിതാക്കൾ പൂർവ്വകാക്കന്മാരൊക്കെ അവരുടെ ഇല്ലായ്മയിൽ നമ്മുടെ മേൽ ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്. രാത്രിയുടെ ഈ യാമങ്ങളിൽ മുറ്റമേതുകൊണ്ട് പ്രാർത്ഥനിച്ച് കണ്ണുനീരൊഴുകി ആത്മനിർഭരത്തിൽ ദൈവസന്നിധിയിൽ അവർ ചിലവൊക്കെ അഴിച്ചു,
നമ്മിൽ നമ്മുടെ തലമുറയിലും ചെയ്യുവാനിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും നമുക്ക് അളന്നു കൂട്ടുവാൻ കഴിയുന്നില്ല. നമുക്ക് അളന്നു കൂട്ടുവാൻ കഴിയുന്നത് മറ്റെല്ലാം പണം സമ്പാദിച്ചാൽ, പണം ശ്രദ്ധിച്ചു വെച്ചാൽ, പണം സ്വരുക്കൂട്ടി വെച്ചാൽ, ഹല്ലേലൂയ, അധികാരങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് ഇതൊക്കെ നഷ്ടപ്പെടാം. എന്നാൽ ദൈവ സന്നിധിയിൽ നാം നേടിയെടുക്കുന്നതിനെ അടുത്ത തലമുറയിലേക്ക് പകരുവാൻ, കാരണം അതിന്റെ റിസോഴ്സ് ഈ ലോകത്തിന്റെ ബാങ്കിലല്ല, ഈ ലോകത്തിന്റെ ഒരു മനുഷ്യന്റെയും കയ്യിലല്ല. ദൈവത്തിൽ പ്രാപിക്കുന്നത് സ്വർഗീയ ബാങ്കിലാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അത് അവിടെ അവന് ഇഷ്ടപ്പെടുന്നവരിലേക്ക് അവൻ പകരും. ഹല്ലേലൂയ. എത്ര പറയാൻ മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ലോകത്തിൽ കാണാൻ കഴിയത്തില്ല, പക്ഷെ നീ ഒഴുക്കുന്ന ഒരു കണ്ണുനീർ തുള്ളി അത് എന്തിനൊഴിക്കുന്നത് ദൈവത്തിനറിയാം. തുലസിയാക്കി വെക്കുകയാണ്. നീ ദൈവനാമത്തിൽ കൊടുത്ത പണത്തിന്റെ കണക്ക് അതിലില്ലെങ്കിലും കണ്ണുനീരിന്റെ കണക്ക് ദൈവത്തിലുണ്ട്. അതാണ് ദൈവം പറയുന്നത്. ഇതുപോലെ കണ്ണുനീർ ഒഴുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആത്മനിറവോടെ നീങ്ങുവാൻ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അതിനാണ് ദൈവം സമർപ്പിക്കുക. ഹല്ലേലൂയ. A single drop of tear that comes from Hallelujah. Hallelujah. No matter what the issue is, even if we are not able to pay towards God, but we will not discard any tear that will come from our eyes, and God will bless the generation based on the tears that we pour out. Praise the Lord. Hallelujah. ഒരു ലോകത്തിന്റെ ഭ്രമത്തിലായി പോകാതെ, നാം കടന്നുവന്ന ദേശത്തിന്റെ യാതൊരു ഭ്രമത്തിൽ നാം ആയി പോകാതെ ദൈവവചനത്തെ പിൻപറ്റി, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമുക്കും അനുഭവമായി തീരണം. ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് 2026 ചെയ്യുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വാസത്തോടെ സ്തോത്രത്തോടെ അവനെ ഏറ്റെടുത്താണ്. ഹല്ലേലൂയ. Influence of the things of this world. I pray that you would be influenced by the Holy Spirit and be able to do His work. ഹല്ലേലൂയ. അവസാനമായി നിലവിളിച്ച കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഹല്ലേലൂയ. അവന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കർത്താവിലേക്ക്, എന്നാൽ മറ്റൊരു ആത്മനിറവുള്ളവനെ അവിടെ ദൈവം എഴുന്നേൽപ്പിച്ചു. Hallelujah. Towards the end, we see that Stephen called out and said, Lord Jesus, receive my spirit. And when it ended over there, it just not end over there, but it raised somebody else with a spirit-filled life. Praise the Lord. Hallelujah. സ്തെഫാനോസിന്റെ വസ്ത്രമാണ് അവരുടെ ശൗലിന്റെ കാൽക്കൽ വെച്ചത്. എന്നാൽ ശൗലിന്റെ തലമേൽ ദൈവത്തിന്റെ ദൃഷ്ടി പതിഞ്ഞു. Hallelujah. Here we see that the garments were taken and put on the feet of Saul, but what resulted in that is God's plan was put on Saul's head. Praise the Lord. Hallelujah. ഇതുപോലെ കാലം ദൈവത്തിന്റെ പ്രവൃത്തി എത്ര മനോഹരം. Amen. This morning we are able to realize how wonderful God's work is. പലപ്പോഴും നമ്മൾ വിചാരിക്കും പല സംഭവങ്ങൾ നടക്കുമ്പോൾ എത്ര ഹല്ലേലൂയ, അത് വിരൂപമാണ്, എത്ര പ്രയാസമുള്ളതാണ്, എത്ര ദുഃഖകരമല്ല. ദൈവത്തിന് അതിനെല്ലാം യോസേഫ് പറഞ്ഞതുപോലെ, നിങ്ങൾ എനിക്കെതിരെ ദോഷമായി നിരൂപിച്ചു, എന്റെ ദൈവം അതിനെ നന്മയ്ക്കാക്കി തീർന്നു. ദൈവത്തിന്റെ കാര്യങ്ങളെ കേന്ദ്രം ചെയ്യുവാൻ ഒരു നിമിഷം മതി. ആര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശൗൽ പൗലോസായി ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന, ഭൂഖണ്ഡങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ജാതികൾ അപ്പോസ്തലനായി തീരുമെന്ന് ഒരിക്കലും ആരും വിചാരിച്ചില്ല. ദൈവം അത് തികച്ചു വേലത്തിൽ പടയായി. But I think that what Joseph said is like, whatever you did bad against me, God turned it around and made it good towards me. And that's the same thing that we see in Saul's life, when he became the apostle of the people, and there was a great ministry that was done through him. Hallelujah. ദോഷമായി എന്തും ഭവിച്ചാൽ എന്റെ ഉള്ളിൽ ആത്മനിറവുണ്ട്, എന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യം കണ്ടു. ദൈവത്തിന്റെ കയ്യിൽ നിയന്ത്രണം ദൈവത്തെ നിർമ്മിക്കാം. Hallelujah. One thing today morning I want to mention is no matter what type of problems or difficulties you have in your life, if you have a life filled with the Spirit and with the grace of God, God is able to change around the situation. നമുക്ക് വളരെ നിയന്ത്രണമില്ല, എന്നാൽ സകലത്തിന് മേൽ നിയന്ത്രണമുള്ള ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് ഒരു നിമിഷം കണ്ടത് നിമിഷം കാണിക്കാം. You don't have control over, but the worship of God who has a control over everything. Hallelujah. സാത്താൻ വിചാരിക്കും ഈ ഒരു കല്ലിനോട് തീരും, എന്നാൽ സ്തെഫാനോസിന്റെ രക്തം ചിന്തിയെടുത്ത് ഹല്ലേലൂയ ശൗലിനെ എഴുന്നേൽപ്പിച്ചല്ലോ. Hallelujah. And I thought that after the stoning of Stephen, they would have ended the story, but that story resulted in something else which raised up Saul. ഹല്ലേലൂയ. ആത്മനിറവോടെയുള്ള ഒരു പ്രാർത്ഥന, ഹല്ലേലൂയ. ആത്മനിറവില്ലാതെ പറയുന്ന ഒരു വാക്കിനേക്കാൾ ആത്മനിറവോടെയുള്ള പ്രാർത്ഥനയ്ക്ക് 10 മടങ്ങ് ശക്തിയുണ്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Glory to God. നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുക. ഈ കേൾക്കപ്പെട്ടു വരുന്നതും നമ്മെ തന്നെ ഹല്ലേലൂയ സമർപ്പിക്കുക.
സ്തെഫാനോസ് ഒരു ചുരുങ്ങിയ ജീവിതം നയിച്ചത്, പക്ഷെ നിറമുള്ള ഒരു ജീവിതമാണ് നയിച്ചത്. ഹല്ലേലൂയ. ആത്മനിറവന്റെ ജീവിതം, കൃപയുടെ നിറവിന്റെ ജീവിതം, പരിശുദ്ധാത്മ ശക്തി നിറവിന്റെ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. നമ്മളൊരു സ്തോത്രത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാക്കി അടിയങ്ങൾക്ക് ഈ ആഴ്ചയുടെ ഒന്നാം തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപയോട് സ്തോത്രം ചെയ്യും. അടിയങ്ങൾ തിരുസന്നിധിയിലായിരുന്ന സംബന്ധങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവത്തിയാക്കി കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങളെ കണ്ണിന്റെ ഇഷ്ടപ്പെടുമ്പോൾ സൂക്ഷിച്ചു. ആയിരുന്നിടത്തൊക്കെ ഞങ്ങളെ പരിപാലിച്ച് ആവശ്യങ്ങൾ കൂടെ നിക്ഷേപത്തോടെ ഞങ്ങളെ നടത്തിയ ദൈവത്തിന് നന്ദി. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിലായിരുന്ന സന്ദർഭത്തിൽ ദൈവത്തിന് മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥിപ്പാൻ, പാടുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവങ്ങൾക്ക് നല്ല സംഗീതത്തെ നൽകി തന്നല്ലോ. അവൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ബലപ്പെടുത്തിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനഃപ്പാഠവാക്യങ്ങളെ ദൈവത്തിന്റെ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. അവർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ, ആകർഷണങ്ങളിൽ സൂക്ഷിച്ചുകൊള്ളണമേ. രക്തോളപ്പിൽ ദൈവത്തെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് വരാതെ ജീവിക്കാൻ ദൈവത്തെ കൊടുത്ത് അവിടുത്തെ കൃപയിലൂടെ പൊതിഞ്ഞുകൊള്ളുവാൻ ഞങ്ങൾ അവയോട് അപേക്ഷിക്കുന്നു. അവയോട് സ്തോത്രം ചെയ്യും. സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് എല്ലാവർക്കായി സ്തോത്രം ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ കൂടുന്നവരെ സഹായിച്ചു കൊള്ളണമേ. കർത്താവേ, നീ ഞങ്ങളുടെ നല്ല ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ആ ദൈവങ്ങളിൽ എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊക്കെ ദൈവം മറുപടി തന്ന് ഞങ്ങളെ നടത്തിക്കൊള്ളുവാനാകുന്ന സഭയായതിനാൽ ഞങ്ങളുടെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ മുൻകാലമതികളായി ഞങ്ങളോട് ഒത്തിരിക്കുന്ന ജനമക്കളെ ദൈവം അനുഗ്രഹിക്കുന്ന കർത്താവ് ക്ഷമത്തോടെ അവരെ എത്തിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളെ കുറ്റമായി ഏൽപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവ് തിരുവചനത്തിന്റെ വചനം കർത്താവിന്റെ വചനം ശ്രവിപ്പാൻ ഞങ്ങൾക്കിടയാക്കില്ലോ. അങ്ങനെ ദാസന്മാരെതിരായി ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം ചെയ്ത കർത്താവ് സ്തെഫാനോസിനെ പോലെ ശുഷ്കാന്തിയുള്ളവരായി വിശുദ്ധിയുള്ളവരായി ദൈവത്തെ സേവിപ്പാൻ, മാനിപ്പാൻ, അങ്ങേ ഉയർത്തിക്കാട്ടുവാൻ ആവശ്യമായ കൃപ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാസനെ കുടുംബമായി ദൈവം അനുഗ്രഹിച്ചുകൊള്ളുമാറാകുന്ന കർത്താവേ, സഭയായി ഞങ്ങളെ ദൈവത്തിന് പിന്നെയും ഏൽപ്പിക്കുന്ന ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാണ് ദൈവങ്ങളോട് കർത്താവേ. ഞങ്ങൾ എവിടെയായിരുന്നാലും അവരുടെ മഹസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കർത്താവേ. അടിയങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവേ, നിന്റെ അടിയപ്പെടുന്നവരുടെ വിടുതൽ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയാകുന്നവരോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായി ക്ഷേമത്തോടെ എത്തുവോളം കൃപയിൽ സൂക്ഷിക്കണമെന്ന് നിമിഷത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പരിപാലിക്കണമേ, കൃപയിൽ സൂക്ഷിക്കണമേ. അങ്ങയുടെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കൃപ തരണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ സഹവാസം കൂട്ടായ്മയ്ക്കാണ് നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോഴും ദൈവസഭ എല്ലാ ഭവനങ്ങളിലും കർത്താവിനെ നമ്മളെ കൊണ്ടുവായിരിക്കും. സ്തോത്രം ചെയ്യാം. ആമീൻ. കർത്താവായ യേശുവേ,